അങ്ങനെ ബാഴ്സലോണയുടെ അടുത്ത തവണത്തെ സ്കോഡ് കൂടുതൽ ഭയാനകമാവുക, അതായത് കൂടുതൽ ഇമ്പ്രൂവ് ആവുകയാണ്. കാരണം കുറേ പ്ലെയേഴ്സിനെ അവർ എത്തിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളൊരു പ്ലെയർ ഇപ്പോൾ അവർ അറ്റാക്കിങ്ങിലേക്ക് വരുന്നുണ്ട്, അതായത് മാർക്കസ് റാഷ്ഫോർഡ്. യുണൈറ്റഡിൽ നിന്ന് ലോണിലാണ് താരം വരുന്നത്. ഇപ്പോൾ താരം 14 ജേഴ്സി നമ്പറാണ് ബാഴ്സലോണയിലേക്ക് അണിയാൻ ഒരുങ്ങുന്നത്. അപ്പോൾ 14ാമത്തെ ജേഴ്സി അണിഞ്ഞുകൊണ്ട് റാഷ്ഫോർഡ് അരങ്ങേറും. റാഷ്ഫോർഡ് 1 വർഷത്തെ ലോൺ കോൺട്രാക്റ്റിലാണ് വരുന്നത്. 30 മില്യണിൽ ബൈയിങ് ഓപ്ഷനും ഉണ്ട് താരത്തിന്. എന്തായാലും ലോണിൽ വരുന്ന യൂറോപ്യൻ ഫോർവേഡ് ഇംഗ്ലണ്ട് താരം ബാഴ്സലോണയിൽ ഇനി കളിക്കും. ലെഫ്റ്റ് വിങ്ങർ അതുപോലെ തന്നെ സെൻട്രൽ ഫോർവേഡുമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ താരം ബാഴ്സലോണയ്ക്ക് വേണ്ടി അരങ്ങേറും. അപ്പോൾ ലാസ്റ്റ് സീസണിൽ ഏറ്റവും മികച്ച രീതിയിലാണ് അവരുടെ മറ്റ് അറ്റാക്കേഴ്സായ റോബർട്ട് ലെവൻഡോസ്കി, റഫീഞ്ഞ, ലാമിൻ യമാൽ, ഫെറാൻ ടോറസ് തുടങ്ങിയ താരങ്ങൾ മികച്ച രൂപത്തിൽ കളിച്ച ഒരു സീസണായിരുന്നു. മുണ്ടോ ഡിപ്പോർട്ടീവോ ഇതിനെപ്പറ്റി വിശദമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം 113 ഗോളുകളും അടിച്ചു കൂട്ടിയ ഒരു മുന്നേറ്റ നിരമാണ്. 113 ഗോളുകൾ മുന്നേറ്റ നിര അടിച്ചു കൂട്ടി എന്നുള്ളതാണ്. അതിൽ ലെവൻഡോസ്കി അടിച്ചു കൂട്ടിയത് 52 മത്സരത്തിൽ നിന്ന് 42 ഗോളാണ്. 42 ഗോൾ ലെവൻഡോസ്കി അടിച്ചു കൂട്ടിയപ്പോൾ റഫീഞ്ഞ അടിച്ചത് 34 ഗോളും 25 അസിസ്റ്റും. 17 വയസ്സ് മാത്രം പ്രായമുള്ള ലാമിൻ യമാൽ 25 അസിസ്റ്റും 18 ഗോളുമായി 55 മത്സരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. ലാമിൻ യമാൽ അതുപോലെ തന്നെ ഫെറാൻ ടോറസ് ലെവൻഡോസ്കി ഇല്ലാത്ത സമയത്ത് സ്ട്രൈക്കറായി ഹാൻസി ഫ്ലിക്ക് ഇറക്കിയിട്ടുള്ള ഒരു താരമായിരുന്നു. 19 ഗോൾ അടിച്ചു കൂട്ടാൻ താരത്തിന് സാധിച്ചു. എന്തായാലും ഒരു ഇമ്പോർട്ടൻറ്റ് റോള് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫെറാൻ ടോറസിന് ബാഴ്സലോണയിലേക്ക്. അപ്പം ഇത്രയും 113 ഗോള് വരെ ഇത്രയും മുന്നേറ്റ നിര കൊണ്ട് ഇത്രയും പേരെ കൊണ്ട് അടിച്ചു കൂട്ടാൻ സാധിച്ചു. ഇനി മാർക്കസ് റാഷ്ഫോർഡും കൂടി വരാൻ നേരത്ത് കൂടുതൽ ഇമ്പ്രൂവ് ആവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് 124 ഗോളാണ് അടിച്ചു കൂട്ടിയത് മൊത്തത്തിൽ കഴിഞ്ഞ സീസണിൽ. അതിൽ മികച്ച ഗോളുകൾ അടിച്ചു കൂട്ടിയ റോബർട്ട് ലെവൻഡോസ്കി, റഫീഞ്ഞ, ലാമിൻ യമാൽ, ഫെറാൻ ടോറസ് ഈ 4 പേരും മികച്ച രൂപത്തിൽ കളിച്ചപ്പോൾ അതിൽ ഇനി മറ്റൊരു വിങ്ങറും കൂടി വരികയാണ്, മാർക്കസ് റാഷ്ഫോർഡ്. അപ്പം ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് റഫീഞ്ഞ കൂടുതൽ മിഡ് കേന്ദ്രീകരിച്ച് കളിക്കുമെന്നുള്ളതാണ്. ഹാൻസി ഫ്ലിക്ക് അങ്ങനെയായിരിക്കും ഉപയോഗപ്പെടുത്തുന്നത്. റാഷ്ഫോർഡിനെ ലെഫ്റ്റ് വിങ്ങിൽ ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ്. എന്തായാലും ഒരു പവർഫുൾ സ്ക്വാഡായിട്ടാണ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാൻസി ഫ്ലിക്കിനെ ഉടനെ തന്നെ വേണമെന്ന് ഹാൻസി ഫ്ലിക്ക് ആവശ്യപ്പെട്ട താരം തന്നെയാണ് റാഷ്ഫോർഡ്. എന്തായാലും ജർമ്മൻ കോച്ച് ഹാൻസി ഫ്ലിക്കിന് റാഷ്ഫോർഡിനെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ലോണാണെങ്കിൽ പോലും സ്ക്വാഡിന് കൂടുതൽ ഇമ്പ്രൂവ് ആക്കാൻ പറ്റിയ ഒരു കാര്യം തന്നെയാണ് ഹാൻസി ഫ്ലിക്ക് ചെയ്തിട്ടുള്ളത്. എന്തായാലും ബാഴ്സ കൂടുതൽ ശക്തിപ്പെടുത്തി വരികയാണ്. റയലിനെക്കാട്ടി മികച്ച സൈനിങ് ബാഴ്സയെ നടത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു കിടിലൻ പോരാട്ടം ഈ രണ്ട് ടീമുകൾ തമ്മിൽ കാണാമെന്നുള്ളതാണ്. എന്തായാലും റാഷ്ഫോർഡ് വരാൻ വന്നിരിക്കുകയാണ്. മികച്ച രൂപത്തിൽ ബാഴ്സ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രതീക്ഷിക്കാം.